നമസ്കാരം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ CJP സമരം കഴിഞ്ഞു. CJP സമരം കഴിഞ്ഞപ്പോൾ ഇതിലെ നേതാക്കന്മാർക്ക് പലർക്കും മോദിയുടെ ശരീരത്തെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം. മോദിയുടെ കൈ വിറയ്ക്കുന്നു, മോദിയുടെ പല്ലിൽ കറയുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരിയും അറപ്പുമൊക്കെ തോന്നും ഇവരോട്, എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. മോദി CJPയുടെ സമരം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീറ്റ് പരീക്ഷ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. നീറ്റ് പരീക്ഷ ചോർച്ച ഉണ്ടായാൽ ഇനി അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് മോദി ഒരു ഓൺലൈൻ വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഈ ഓൺലൈൻ വീഡിയോയിൽ മോദി ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായിട്ട് ഇതിൻ്റെ ഒരു ഉന്നതാധികാര സമിതിയുടെ രൂപീകരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഇതാണ്: ഇനി ഒരു കാരണവശാലും കുട്ടികളുടെ പരീക്ഷ ചോർച്ച നടത്തിയ ഒരു ആൾക്കാരും ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ആൾ ഇവിടെ സൃഷ്ടിക്കപ്പെടില്ല. അതിനു വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചോർച്ച നടത്തിയ ആൾക്കാരെ ആരെയും തന്നെ വെറുതെ വിടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ മോദി ഈ പറയുന്ന രംഗത്തിൻ്റെ ഇടയിൽ കൈകൾ വിറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതാ സമരക്കാരെ കണ്ട് മോദി പേടിച്ചു പോയി, അതുകൊണ്ടാണ് കൈകൾ വിറയ്ക്കുന്നത്, മോദിയുടെ പല്ലിൽ കറ, ഇതാരാണ് ഈ ആംഗിളിൽ മോദിയെ ഷൂട്ട് ചെയ്തത്, എന്തൊരു വൃത്തികേടാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദിയെ ബോഡി ഷേമിങ് ചെയ്യുകയാണ് പല രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മോദി പരാജിതനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തും പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പക്ഷേ ആയ സമയത്തെ മോദിയെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെറിയ വിറയും മറ്റു കാര്യങ്ങളും ഉണ്ട് എങ്കിലും 10-12 വർഷത്തോളം ഒരല്പം ഉറക്കം മാത്രം വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, അവധികളില്ലാതെ പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ഇവർ ഈ രീതിയിൽ പറയുന്നത്. ചിലർക്കാണെങ്കിൽ മോദിയുടെ തന്തയ്ക്ക് വിളിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ അമ്മയ്ക്ക് പറയാനാണ് ആഗ്രഹം. അവരെല്ലാവരും തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ജാൻമണി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ, അവരിനി രാജ്യം മൊത്തം നടന്ന് കേസ് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇവരുടെ നേതാവായ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി, ഈ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തിക്ക് മോദിയുടെ പല്ലിൻ്റെ കറയാണ് പ്രശ്നം. അതിന് വേണ്ടിയിട്ട് ഇയാൾ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇവർ ശരീരം മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളെ മാത്രമേ ഇവർ താല്പര്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. രാജ്യത്തിന് വേണ്ടി അവരെന്ത് പ്രവർത്തിക്കുന്നു എന്നതല്ല, രാജ്യത്തിന് വേണ്ടി എന്ത് നിയമം കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇനി രാജ്യത്തെ യുവാക്കൾ ഒരു കാരണവശാലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോദി പുതിയ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ നന്ദൻ നീലേഖനിയാണ്. ഇൻഫോസിസിൻ്റെയൊക്കെ ഫൗണ്ടറായിട്ടുള്ള നന്ദൻ നീലേഖനി. മാത്രമല്ല എസ് സോംനാഥ് എന്ന ISROയുടെ മുൻ ചെയർമാൻ മലയാളത്തിൻ്റെ പ്രതിനിധിയായി അതിനകത്തുണ്ട്. അങ്ങനെ രാജ്യം വളരെ കുറ്റമറ്റ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കുന്നതിന് രാജ്യത്തിലെ യുവതയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അത്തരം പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് മുന്നിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ രീതിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുന്നത്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റൊന്നുമല്ല, ഏത് രീതിയിലും അധിക്ഷേപിക്കുക എന്നതാണ്. അധിക്ഷേപമാണ്, വിമർശനമല്ല. ഇനി മറ്റൊരു ആവലാതിയുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കടന്നു വന്നിട്ടുണ്ട്. അതായത് അതാ ഞങ്ങളുടെ ആൾക്കാരെ എല്ലാം പിടിച്ചുകൊണ്ടു പോകുന്നേ, നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നേരെ കേസ് എടുക്കില്ല എന്ന്. അക്രമം നടത്താത്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിച്ച 20ഓളം വാഹനങ്ങൾ അടിച്ചു തകർത്ത, 3-4 വാനുകൾ അടിച്ചു തകർത്ത, രാജ്യത്തിലെ പോലീസ് ഓഫീസർമാർക്ക് നേരെ 150ഓളം പോലീസ് ഓഫീസർമാർക്ക് നേരെ ആക്രമണം നടത്തി. അതിൽ വനിതാ പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ആ രീതിയിൽ രാജ്യത്തിനകത്ത് അക്രമ പ്രവർത്തനം നടത്തിയ, അരാജകത്വ പ്രവർത്തനം നടത്തിയ, കലാപാഹ്വാനം നടത്തിയ അവരെയൊന്നും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവർ നടത്തിയ എല്ലാ കാര്യത്തിനും വളരെ കൃത്യമായിട്ട് ബിഫിറ്റിംഗ് ആയിട്ടുള്ള, തക്കതായിട്ടുള്ള മറുപടി തന്നെ ലഭിക്കും. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും ഇവർ ഇത്തരം മാതൃകയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് വരും. അപ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്താൻ അവകാശമില്ല എന്നല്ല, അക്രമം നടത്തുവാനുള്ള അവകാശം ആർക്കും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ടെങ്കിൽ കേസെടുക്കുക തന്നെ ചെയ്യും. അത് എന്തൊക്കെ തരത്തിലുള്ള വേവലാതികളോ വെല്ലുവിളികളോ കരച്ചിലോ നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. കേസെടുക്കേണ്ട കാര്യങ്ങളിൽ തീർച്ചയായും കേസെടുക്കും.
ഇനി അവർ വേറൊരു പ്രശ്നവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിതിൻ ഗഡ്കരി രാജിവെക്കണമെന്നുമായിട്ട് ബന്ധപ്പെട്ട് E20 പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ E20 പെട്രോളിൻ്റെ എന്താണ് പ്രശ്നം? അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ആ മോയ്സ്ചർ കണ്ടന്റിനെ അതിജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള എഞ്ചിനുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കേണ്ടതുള്ളൂ. ഇനി E20 പെട്രോൾ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. ഈ സർക്കാർ നയ രൂപീകരണം നടത്തുമ്പോൾ ഒരു മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിന് നേരെ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ കഴിയില്ല. എന്ന് മാത്രമല്ല പൊറുക്കുവാൻ പാടില്ല. കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത സർക്കാരിന് കൃത്യമായ പോളിസികൾ നടപ്പിലാക്കുവാനുള്ള അവകാശ അധികാരങ്ങളുണ്ട്. അതിനെ ചോദ്യം ചെയ്യുവാനൊന്നും ഒരു CJPയും വളർന്നിട്ടില്ല, ഒരു EJPയും വളർന്നിട്ടില്ല, ഒരു പാർട്ടിയും വളർന്നിട്ടില്ല. സർക്കാരിന് അവർക്ക് നയം രൂപീകരിക്കുവാനുള്ള അധികാര അവകാശങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ അടിച്ചമർത്തേണ്ടി വരും. ആ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വച്ചു പൊറുപ്പിക്കുവാനും കഴിയുകയില്ല. കാരണം ഇന്ന് ഇത് നടത്തി അത് നാളെയും ഇങ്ങനെ നടത്താം. എന്ത് രീതിയിലും വേണമോ പ്രക്ഷോഭം നടത്താം. കൊലയും ഒക്കെ നടത്താം. ഇതൊക്കെ നടത്താമെന്ന് ഇവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടപ്പിലാക്കി കൊടുക്കുവാനോ അല്ലെങ്കിൽ അതെല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കുവാനോ സർക്കാരിന് സാധ്യമേ അല്ല. അതുകൊണ്ട് മോദിയെ നിങ്ങൾ ഇനി എത്രത്തോളം വലിയ രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്താലും എന്തൊക്കെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയാലും അല്ലെങ്കിൽ BJP NDA അനുകൂല മാധ്യമങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തിയാലും അവരിൽപ്പെട്ട ആൾക്കാർക്കെതിരെ അധിക്ഷേപങ്ങൾ ഉയർത്തിയാലും ഇതൊന്നും വകവെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധ്യമല്ല. തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടിടത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ഏത് CJP ആയാലും. ഇവരെ കൂടെയൊക്കെ പലരും വന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ പ്രശ്നം വരുമ്പോൾ കൂടെ ഉണ്ടായില്ല. ഇടതുപക്ഷം ആയിക്കോട്ടെ ഈ പ്രശ്നത്തിലൊന്നും പങ്കെടുക്കാതിരിക്കാൻ ഏറ്റവും അവസാനമാണ് ഈ AA റഹീമും ബ്രിട്ടാസും ഒക്കെ ചേർന്ന് എത്തിയത്. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോ കല്യാൺ മാർഗ് വസതിക്ക് മുന്നേ നടത്തിയ കേസുകൾ എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു രീതിയിലുള്ള മര്യാദയും ലഭിക്കുകയുമില്ല. തീർച്ചയായിട്ടും ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള താക്കീതും ശക്തമായ രീതിയിലുള്ള കേസുകളും തന്നെ ഉണ്ടാകും. ഈ നാട്ടിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുവാനായിട്ട് ആരെയും അനുവദിക്കില്ല. ഉനൈദ് എന്ന് പറയുന്ന വ്യക്തി രാജ്യത്തിനകത്ത് വന്നിട്ട് എന്താ ചെയ്തത്? ഈ 27-30 ദിവസം വളരെ തുടർച്ചയായിട്ട് ഭക്ഷണം വിതരണം ചെയ്തു. സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തു CJPക്ക്. മറ്റേ സോഴ്സ് അറിയില്ല. എവിടുന്നാണ് ഇദ്ദേഹം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈസ വളരെ നിർധനനായിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പ് വെച്ച് മാത്രം ജീവിക്കുന്ന ഇയാൾക്ക് എവിടെ നിന്ന് ഈ കാശ് കിട്ടി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. തീർച്ചയായിട്ടും ഇത്തരം തരത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇത്തരം രീതികളിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് മോദിയുടെ കൈവിറയിലെന്ന് പറഞ്ഞാലും കാലുവിറയിലെന്ന് പറഞ്ഞാലും പല്ലിൽ കറയെന്ന് പറഞ്ഞാലും ഇതൊന്നും തന്നെ പരിഗണിച്ചുകൊണ്ട് ഇവരെ ആരെയും തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല.